നാട്ടിലിപ്പോൾ നീറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണല്ലോ. എത്രമാത്രം സീറ്റ് ഉണ്ടെന്നും കിട്ടാൻ എത്രമാത്രം ബുദ്ധിമുട്ടാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. കിട്ടിയില്ല എന്നുള്ളൊരു അവസ്ഥയാണ് നിങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഇനി എന്ത് മുന്നോട്ടേക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒന്നും അറിയാതെ പകച്ചു നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവും. ഞാനും അതിലൂടെ തന്നെ കടന്നു പോയതാണ്. അപ്പം നിങ്ങളുടെ മാനസികാവസ്ഥ ഒരു പക്ഷേ ഒരു പരിധി വരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മെഡിസിനോടുള്ള നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹം, ഇത് അവിടെ കൊണ്ട് അവസാനിക്കേണ്ട ആവശ്യമില്ല. ഹായ്, എൻ്റെ പേര് അമൽ. ഞാനിവിടെ യൂണിവേഴ്സിറ്റി ഓഫ് നെസ് ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ, ഇംഗ്ലീഷിലാണ് ക്ലാസ്സസ് ഉണ്ടാകുന്നത്, പിന്നെ പ്രൊഫസേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ക്ലിനിക്കൽ എക്സ്പോഷർ നിങ്ങൾക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ഇനിയിപ്പം ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് യൂറോപ്പിൽ തന്നെ സെറ്റിൽഡ് ആവാനാണ് അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബാക്കിയുള്ള കൺട്രീസിലേക്ക് കയറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുമാത്രമല്ല സെർബിയൻ ലൈസൻസ് കിട്ടാനുള്ള എക്സാമിനേഷനും ഭയങ്കര എളുപ്പമാണ്. ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് ഭയങ്കര അഫോർഡബിളാണ്. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര വെൽക്കമിങ് ആണ്. പലപ്പോഴും പുറത്തേക്കുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നൊരു എലമെൻ്റാണ് റേസിസം. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ നിന്നും ഉണ്ടായിട്ടില്ല. ഇറ്റ് വാസ് ഓൾ ഗുഡ്. അപ്പം നിങ്ങൾ ഇനിയും കൂടുതൽ ഇതേക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ദ ക്യാപ്ഷൻസ് ബിലോ.